അടുത്തത് ധനുക്കൂറാണ്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പാദവും ചേർന്നതാണ് ധനുക്കൂറ്. ജോലി അഥവാ പ്രവർത്തന മണ്ഡലത്തിൽ മേഖലയിൽ ചില മാറ്റങ്ങളും പുനഃക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു കാലമാണ്. പങ്കാളിത്തത്തിൽ പാർട്ട്ണർഷിപ്പിലും ഒക്കെ ചെയ്യുന്ന ബിസിനസ്സോ ജോലിയോ ഒക്കെ അത് കുറച്ച് ശ്രദ്ധ കൂടുതൽ ആവശ്യമാണ്. അത് സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് വളരെ ക്ഷമയോടുകൂടി അവധാനതയോടുകൂടി വേണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യാൻ. അല്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ചില വഴക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ബിസിനസ്സാണെങ്കിലും അവൻ്റെ ജോലി പ്രൊഫഷൻ രംഗങ്ങളിലൊക്കെ ആ ഒരു ശ്രദ്ധ വളരെ ആവശ്യമാണ് ഈ ധനുക്കൂറുകാർക്ക്. ധനപരമായിട്ട് കുറച്ച് ജാഗ്രത കൂടുതൽ വേണ്ട കാലമാണ്. അതായത് അൺഎക്സ്പെക്റ്റഡായിട്ടുള്ള ചില ചിലവുകൾ വന്നെന്നിരിക്കാം. വായ്പ തിരിച്ചടയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ നികുതി, ഇൻകം ടാക്സ് മുതലായിട്ടുള്ള നികുതിക്ക് ആവശ്യപ്പെടുക, ഇൻഷുറൻസ് സംബന്ധമായിട്ടും ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടാവുകയും അങ്ങനെ ധനം ചെലവഴിക്കേണ്ടതായിട്ടും വരാവുന്നതാണ്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് വേണം ധനവിനിയോഗങ്ങൾ ചെയ്യാൻ. കുടുംബപരമായിട്ട് കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. ആശയവിനിമയക്കുറവ് കൊണ്ട് ഉണ്ടാകാവുന്ന ചില നേരിയ സംഘർഷങ്ങളോ ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകും. ഇവർക്ക് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങളിൽ കൂടെയും ഒക്കെ അത് പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ഉത്കണ്ഠയും ഒക്കെ കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ ശാരീരിക അസ്വസ്ഥതകളില്ല, കൂടുതലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വേണ്ടത്ര വിശ്രമത്തിന് സമയം കണ്ടെത്തണം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തെ അഥവാ അതിൻ്റെ അധിദേവതയായിട്ടുള്ള മഹാവിഷ്ണുവിനെ, ഇനി അഥവാ അങ്ങനെയല്ല വിഷ്ണുവിൻ്റെ അവതാര ഭാവങ്ങളിലുള്ള ശ്രീരാമ, ശ്രീകൃഷ്ണ മുതലായിട്ടുള്ള ദേവതമാരെ ഭജിക്കുക, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ അതുപോലുള്ള മന്ത്രങ്ങൾ ജപിക്കുക, ഇതൊക്കെയും പ്രത്യേകം ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. അത് ചെയ്യുന്നത് പൊതുവെ ഐശ്വര്യം വർദ്ധിക്കാൻ നല്ലതാണ്. ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും ഇത് ആവശ്യമായിട്ടുള്ള സമയമാണ്.